ആദ്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന പുറകിലുള്ളവർക്ക് കേൾക്കത്തില്ലായിരിക്കും. കേൾക്കാവോ? എല്ലാവർക്കും മുഖ്യമായ കൽപ്പന, എല്ലാത്തിലും മുഖ്യമായ കൽപ്പന ഏത്? ഒരുവൻ, ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടു. അവന് അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിനെ യേശു, എല്ലാറ്റിലും മുഖ്യമായ കൽപ്പനയോ, ഇസ്രയേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നമ്മുടെ ദൈവമായ കർത്താവിനെ നാം, എല്ലായിടത്തും ഇവിടെ നീ എന്ന് പറയുന്നുണ്ട്, വേറെ ആളാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു നാം എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും, അതായത് നമ്മുടെ സകല കഴിവ്, ആ ഹൃദയത്തിന്റെ സകല കഴിവോടും കൂടെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. എത്രമാത്രം സ്നേഹിക്കണം? നമ്മുടെ കഴിവിന്റെ പരമാവധി. അതിന് ഒരു ലിമിറ്റ് വെക്കണ്ട, അങ്ങനെ സ്നേഹിക്കാനാ പറയുന്നത്. സ്നേഹിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോട്, ആ ഹൃദയത്തോട് നീ സ്നേഹിക്കുമ്പം ആത്മാവ് വേണം, പൂർണ്ണ ആത്മാവ്. നിന്റെ ആത്മാവ് മുഴുവൻ അവിടെ സ്നേഹത്തിലേക്ക് കൊടുക്കണം, പൂർണ്ണ ആത്മാവോടും. പിന്നെ നിന്റെ പൂർണ്ണ ശക്തി. അപ്പൊ എവിടെ വരെ നമ്മൾ സ്നേഹിക്കണം? പൂർണ്ണ ശക്തിയോടും പിന്നെ പൂർണ്ണ മനസ്സോടും. ദൈവത്തെ അങ്ങനെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തെ അങ്ങനെ സ്നേഹിക്കണം. നമ്മുടെ സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ഇതിന്റെ അടുത്തെങ്കിലും വന്നിട്ടുണ്ടോ? നമുക്ക് ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ട്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ സ്നേഹത്തിന് എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്? ഈ പറയുന്ന അളവിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ, അതായത് ഹൃദയം മുഴുവൻ വെച്ച് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നോ? നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? കഴിയുന്നോ എന്നല്ല ചോദിക്കുന്നത്, സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒരു പരിധിയില്ലാതെ സ്നേഹിക്കണം എന്നാണ് അവിടെ നമ്മളോട് പറയുന്നത്. എല്ലാം പൂർണ്ണം 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 പൂർണ്ണം. അത് എന്തൊക്കെയാ? പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. ഇതോടെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളിനി ഇന്ന് വേറെ ഒരു കാര്യവും ചിന്തിച്ചില്ലെങ്കിലും ഇത് നമ്മൾ അതിന് ഉത്തരം പറയണം. അത് നമ്മളോട് തന്നെ ഉത്തരം പറയണം. നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ആ സ്നേഹത്തിന് എത്ര കുറവുണ്ട്! നമ്മളത് അളന്ന് നോക്കിയിട്ടുണ്ടോ?
കർത്താവിന്റെ വചനം ഇതാ. അപ്പോ ഞാൻ അത്രയും ചെയ്യണം എന്ന് ഉള്ള ആ ഓർമ്മ നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നവരാണ്, പക്ഷെ അതിന് പൂർണ്ണതയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹത്തിന് ഈ പൂർണ്ണത ഉണ്ടാക്കുവാൻ നമുക്ക് ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അയ്യോ, കർത്താവ് ഇന്ന കാര്യം പറഞ്ഞു, ക്ഷമിക്കണം, നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കണം, കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയുമ്പോ നമ്മുടെ ക്ഷമ എവിടെ വരെ ഉണ്ട്? അത് പൂർണ്ണമാകുന്നുണ്ടോ? അങ്ങനെ പൂർണ്ണതയിൽ ഉള്ള സ്നേഹം, ക്ഷമ എല്ലാം അത് കൊടുക്കാനാണ് ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അങ്ങനെ ഒരു സ്നേഹം എന്നാകുന്നു രണ്ടാമത്തേത്. അപ്പോ അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നീ രണ്ടാമത്തെ കൽപ്പന കൂടെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്ത്? രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അതുണ്ട്. എന്നാൽ എന്നെ പോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഈ കൽപ്പനകള് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മളത് അനുസരിക്കണം. നോക്കി, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പിന്നെ രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ കൂട്ടുകാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കും. പക്ഷെ നമ്മൾ ആ പൂർണ്ണ എന്ന് പറഞ്ഞ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണ സ്നേഹം അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് ആ പൂർണ്ണ സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് ഇഴുകിച്ചേരാനായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നമുക്ക് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പിന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കർത്താവിനെ നമ്മൾ അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ കൂട്ടുകാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കും. അപ്പോ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം ഉറപ്പിക്കുക. കർത്താവിനോട് നമുക്കുള്ള സ്നേഹം അത് ഉറപ്പിക്കുക. അത് പൂർണ്ണമായിരിക്കട്ടെ. 100%. പൂർണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99% പൂർണ്ണമാണോ? അവിടെ 1% കുറവുണ്ട്. അതുകൊണ്ട് 100% നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. അപ്പോ കർത്താവ് പറയുന്ന കാര്യങ്ങള്, കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങള്, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മള് അത് പൂർണ്ണമായിട്ട് ചെയ്യണം. അതിന് ഒരു കുറവും ഉണ്ടാക്കരുത്. അതിന് കുറവ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് സ്നേഹിക്കണം. കർത്താവിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ നമുക്ക്
നമ്മളെ തന്നെ വെറുത്ത് നമ്മളെ തന്നെ വെറുത്തിട്ട് നമുക്ക് നമ്മളെ വലിയ ഇഷ്ടമാണ്. നമ്മൾ സ്വയം സ്നേഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാം. നമുക്ക് നമ്മളോടുള്ള സ്നേഹം മാറ്റിവെച്ചിട്ട് നമുക്ക് നമ്മളോടുള്ള സ്നേഹം ദൈവത്തോടായിത്തീരണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനങ്ങള്, കർത്താവിന്റെ കൽപ്പനകള് അതുപോലെ അനുസരിക്കാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് താഴ്ത്തി കൊടുക്കണം. ആ കൊടുത്താലേ നമ്മൾ ആകുന്നുള്ളൂ, കർത്താവിന്റെ മക്കളായി തീരുന്നുള്ളൂ. ഇല്ലെങ്കിൽ കർത്താവിന്റെ മക്കളാകുന്നില്ല, കർത്താവിന്റെ സ്വന്തക്കാരനാകുന്നില്ല. നമുക്ക് കർത്താവിന്റെ സ്വന്തക്കാരൻ ആയി തീരണം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോട് പിന്നെ പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ സ്നേഹിക്കാനായിട്ട് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം വരുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോ ഞാൻ ആരൊക്കെ ആയിട്ടും ഇടപെടുന്നു അവരെയൊക്കെ ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ സ്നേഹിക്കണം. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മുടെ സ്നേഹത്തിന് പലയിടത്തും കുറവുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. പലയിടത്തും കുറവുള്ളത് എവിടാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മുടെ സ്നേഹം പൂർണ്ണമാക്കാൻ 100% ആക്കാനായിട്ട് ഇവിടെ കർത്താവ് പറയുന്നു. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണല്ലോ നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് നടക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിയാകില്ല. നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയുമ്പോൾ അവന്റെ കൽപ്പന അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പന ഇത് പറയുന്നത് എന്ത് പറയുന്നു? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. പിന്നെ രണ്ടാമത് നമ്മളോട് പറയുന്നത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുന്നവനാ, ഒരു സംശയവുമില്ല. എനിക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരന് ഒരു ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. കൂട്ടുകാരൻ ആഗ്രഹിക്കുന്ന കാര്യമെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാം. അതിന് നമുക്ക് ശക്തിയില്ല. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ ശക്തി പ്രാപിക്കാനായിട്ട് ഞാൻ എൻ്റെ സഹോദരന്മാരെ എല്ലാം ഉത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് വരാനിടയാകട്ടെ. നാം തമ്മിൽ സ്നേഹിക്കാൻ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. സംഗീതങ്ങൾ പറഞ്ഞു ഒരു വാക്യം എടുത്തു വായിച്ചില്ല, അത് വായിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. നമ്മളിന്ന് കേട്ടതുപോലെ തമ്മിൽ സ്നേഹിക്കാതെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് ആരംഭിക്കുന്നതായിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയും, മാതാപിതാക്കള് കുഞ്ഞുങ്ങള് മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ കർത്താവിന്റെ ഒരു കൽപ്പനയായിട്ടാണ്. ഇത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
അതെങ്ങനെ സ്നേഹിക്കണമെന്നാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. ഒരുപക്ഷെ നമുക്ക് നമ്മെ സ്നേഹിക്കുന്ന പോലൊക്കെ തന്നെ അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. എന്നാൽ കർത്താവ് സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ കുറിച്ച് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാന് 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകും. കർത്താവ് നമ്മളെ സ്നേഹിച്ചത്, നമ്മളെ അതിന്റെ ആ 3-ന്റെ 18-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സ്നേഹത്തെ കുറിച്ച് ഇനി സന്ധ്യപോലെ പറഞ്ഞ പോലെ ഒരു ദിവസം മുഴുവനും നമുക്ക് സംഭാഷിക്കാം. ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തെ കുറിച്ച് പറയാം. ദൈവത്തിനോടുള്ള സ്നേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. എന്നാൽ യേശു നമ്മളെ സ്നേഹിച്ചത് അവന്റെ പ്രാണനെ, അവന്റെ ജീവനെ തന്നെ നമുക്ക് തന്നതുകൊണ്ടും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് അവന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നാൽ ആ സ്നേഹം അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ് കർത്താവിന്റെ പുതിയ കൽപ്പന. ആ കൽപ്പന പ്രകാരമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നെങ്കിലാണ് നമ്മൾ ശിഷ്യന്മാരെന്ന് അതിൽ മറ്റുള്ളവർ അറിയാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഈ ദുബായിൽ പോയപ്പോഴാണ് ഈ ബോറികൾ എന്ന് പറഞ്ഞൊരു സമുദായത്തിൽ, അതായത് മുസ്ലിങ്ങളിൽ തന്നെയുള്ള വേറൊരു വിഭാഗമാണ് ബോറികൾ. അവരുടെ സമൂഹത്തെ അല്ലെ അവര് സ്നേഹിക്കുന്ന അവർ പറയല്ല, അവര് സ്നേഹം എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ അറിഞ്ഞ് അവര് അത് പ്രവർത്തിക്കും. ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണ്, ബിസിനസ്സിൽ പൊളിഞ്ഞവരാണെങ്കിൽ അവർ പലിശയില്ലാതെ ആരും പണം കടം കൊടുക്കുന്നെന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ടോ. അങ്ങനെയും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ വന്നിട്ട് തിരിച്ചു പോയവരൊക്കെ ഉണ്ട്. അതവിടെ വളരെ വയസ്സായിട്ടിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞത് അതും ഒരു സ്നേഹമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരതറിഞ്ഞ് പ്രവർത്തിക്കും. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ തമ്മില് അങ്ങനെ ഒരു സ്നേഹം, ഇത് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലുള്ള ഒരു സ്നേഹം, ആ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ, ഇന്നലെയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരൊറ്റയ്ക്കിരിക്കുക, അവരോട് സംസാരിക്കാനായിട്ട് ആരുമില്ല. നമുക്ക് ഒരുപക്ഷെ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ ദൈവം നമ്മളെ സഹായിച്ചതിനെ കുറിച്ച് അതും ഒരു സ്നേഹത്തിന്റെ ഒരു സ്ഫുരണമാണ്. നമ്മൾ കേട്ടല്ലോ, സ്നേഹത്തിന് 3 തലങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി. നമ്മൾ എത്രത്തോളം അതിനകത്തില് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നുണ്ട്. ഇന്റർസീഡിങ് ലവ്, എൻകറേജിങ് ലവ്, ഡൂയിങ് ലവ് അല്ലെ. നമുക്ക് ആർക്കും ചെലവില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ അവരെ സ്നേഹിച്ച് അവരുടെ ജീവിതത്തിൽ എന്താ നടക്കണമെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണ്ടേ? ഒരു വ്യക്തിയോട് സംസാരിക്കാതെ അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും? നമ്മളിത് പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം. സഹോദരങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ ഉപവാസ പ്രാർത്ഥനയിലൂടെയൊക്കെ കടന്നുപോയി. എത്രത്തോളം നമുക്ക് അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥതയിൽ നിന്നാണ് കർത്താവ് ഈ പ്രിയപ്പെട്ടവരൊക്കെ വിടിവിക്കപ്പെടണം. പല സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോകും. ഞാൻ നോക്കുമ്പോൾ എന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴില്ല, കർത്താവ് എനിക്ക് തന്ന ആ ഒരു ഇതിൽ നോക്കുമ്പോൾ വളരെ പ്രയാസത്തിലൂടെ ആളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിലും ഇപ്പോഴും മറുപടി കിട്ടാതെ ഉഴലുന്ന, ഇപ്പൊ മാറത്തേപ്പോഴ് ഉഴലുന്നല്ല കർത്താവിന് വേണ്ടി ചെയ്യുന്നവരാണ്. അവർ അസ്വസ്ഥരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു മറുപടി അവർക്ക് ഇതുവരെ ലഭിക്കുന്നില്ല. നമുക്ക് അവരെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് അത് എന്റേതും കൂടെ ഒരു വിഷയമാണെന്ന് കരുതി പ്രാർത്ഥിച്ച് അവർക്ക് കർത്താവിന് മറുപടി. തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ രോഗത്താൽ വലിയുന്ന ആൾക്കാരുണ്ട്. കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ പുറമേ കാണുമ്പോൾ ഹായ് ബ്രദറെ സന്തോഷമാണോ? ചില ആൾക്കാർ പറയും സന്തോഷം എന്ന് പറയും, കുഴപ്പമൊന്നുമില്ലാതെ ദൈവം നടത്തുന്നു പറയും. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദൈവം ഉറവേ സുഖമായിട്ടിരിക്കുന്നു. അവിടെ കൊണ്ട് ചിലപ്പോൾ ആ സംഭാഷണം അവസാനിപ്പിച്ചു. എന്നാലും നമ്മൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷേ അവര് വളരെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് കഴിയും. നമുക്ക് അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാനായിട്ട് കഴിയും. കർത്താവ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ അല്ലെ. ഇന്ന് കർത്താവ് ദൈവസ്ഥനിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കും അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. നമുക്കൊരു മനുഷ്യനെ ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും. പ്രോത്സാഹനത്തിന്റെ വാക്കുകളില് നാൾതോറും
ഇല്ലേ? നാൾതോറും എന്നുപോലെ പ്രബോധിപ്പിക്കണം എന്നാ പറയുന്നത്. നമുക്കൊരു വ്യക്തിയെ വിളിക്കാനായിട്ട് കഴിയും. ഇപ്പൊ എല്ലാം എന്താണ്, ഒരു മാസത്തെ ടെലിഫോൺ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ ഉൾപ്പെടെ കണ്ടു വേണമെങ്കിൽ സംസാരിക്കാം, നമുക്ക് വിളിച്ച് സംസാരിക്കാം. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ച് ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കതിന് കഴിയുന്നു, നമുക്കതിന് സമയമില്ല. പക്ഷെ അതിന്റെ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? ഈ യോഹന്നാന്റെ ലേഖനം ഒന്ന് യോഹന്നാൻ 3:17 വായിക്കുമ്പോൾ, ഒരു ആളിന് ആവശ്യമുണ്ടെങ്കിൽ അവനോട് മനസ്സലിവ് കാണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ അവിടെ പറയാന്നുള്ളതാണ്. ഞാനതൊന്നും പറയുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും വസ്തുവകയുടെ കാര്യത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തിക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം അറിഞ്ഞ് ആ വ്യക്തിക്ക് നമ്മൾ അവരോട് മനസ്സലിവ് കാണിക്കുന്നില്ല എങ്കിൽ ഈ സ്നേഹത്തിന്റെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 4:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കാം. ഈ സ്നേഹം എവിടുന്നാ വരുന്നത്? ഈ സ്നേഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇനി എന്നെ പോലെ തന്നെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആ ഒരു സ്നേഹം ദൈവത്തിൽ നിന്ന് വരാതെ നമുക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനാൽ അവിടെ നമുക്ക് എന്താ ഇല്ലാത്ത? റോമർ 5:5 നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ട ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അല്ലാത്തതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13 പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാതെ പോകുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 13 എന്നാൽ ഈ എന്താണ് ദോഷം അല്ല, കണക്ക് സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഭാര്യയും ഭർത്താവോ ആരെങ്കിലോട്ടൊക്കെ വഴക്കിട്ടെന്ന് നോക്കി 13-ാം നൂറ്റാണ്ടിലുള്ള കാര്യം പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ആകെ പ്രശ്നം ഉണ്ടാക്കി, ഇല്ലാത്ത കാര്യങ്ങളൂടെ നമുക്ക്. പക്ഷെ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ മറച്ചു കളയുവാനായിട്ട്, സ്നേഹം പാപങ്ങളുടെ ബന്ധത്തെ മറയ്ക്കുന്നു എന്നുള്ള ആ ഒരു ദൈവത്തിന്റെ വചനം, ഇതൊക്കെ നമുക്ക് ദൈവത്തിന്റെ വചനം എന്തിനു വേണ്ടി നമുക്ക് തന്നേക്കുന്നത് അനുസരിക്കാൻ വേണ്ടി, അല്ലെ? ഞാൻ ഈ പുതിയ കൽപ്പനയെ കുറിച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ജേക്കബ് മാത്യു ബർവാനെ കുറിച്ച് പറയും. നമ്മൾ ഈ കൽപ്പന നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളാരാ? കള്ളന്മാരാ. ഇന്നും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദൈവം പറഞ്ഞ ഇതൊരു പുതിയ കൽപ്പന, അല്ലെങ്കിൽ ഇന്ന് കേട്ടതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പന നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ 1-ാം തരം കള്ളന്മാര്. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കർത്താവേ എനിക്കെന്ന് കഴിയുന്നില്ല, നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ ആ സ്നേഹം എന്റെ ഉള്ളിൽ പകരണം, ഞാൻ ആയിരിക്കുന്നത് പോലെ കർത്താവ് എന്നെ സ്നേഹിച്ചല്ലേ. റോമർ ആ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ഞാൻ അതൊന്നും എടുത്ത് വായിക്കുന്നില്ല, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, ഏതവസ്ഥയിലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഒന്നിനെ കൊള്ളത്തിലായിരുന്നു, ഒരു കാര്യത്തിന് കൊള്ളാത്ത ഒരു അവസ്ഥയിലാണ് ദൈവം എന്നെ സ്നേഹിച്ചത്. പക്ഷെ ആ സ്നേഹം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും എനിക്ക് ആ ജീവനില് കൂടുതലായിട്ട് വാഴുവാനായിട്ട് കഴിയുന്ന എങ്ങനെയാണ്? എനിക്ക് ഈ സഹോദരങ്ങളെ ദൈവം തന്നിരിക്കുന്നു, ഈ കൂട്ടായ്മ ദൈവം തന്നിരിക്കുന്നു. ഇവിടെ അത് പങ്കിടുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും, ഇത് പങ്കിടുക മാത്രമല്ല, എനിക്കും അത് അനുഭവിക്കാനായിട്ട് കഴിയുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ പൂർണ്ണത എനിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയിലാണല്ലോ ഞാൻ ആയിരിക്കുന്നുള്ളത്. ഈ 1 യോഹന്നാൻ 3:13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവനാ മരണത്തിൽ വസിക്കുന്നു. അതായത് നമ്മൾ ലോകത്തില് കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പകയ്ക്കപ്പെടും, അല്ലെ നമ്മൾ പലതിനെയും വിടേണ്ടതായിട്ട് വരും. നമ്മൾ വിടാതെ നമുക്ക് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മൾ വിട്ടേ പോകും. വേർപെട്ടവരെന്നാണെന്നാണല്ലോ നമ്മളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ വേർപെട്ട് ജീവിക്കുമ്പോൾ നമുക്കുള്ളവർ തന്നെ ഈ ദൈവത്തെ അറിയാത്തവർ, അല്ലെ വീണ്ടും ജനിക്കാത്തവർ നമ്മളെ കുറ്റപ്പെടുത്തും. അവിടെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്? അവിടെ ഈ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനായിട്ട് അറിയാം. നമ്മൾ അവരുടെ കൂടെ ചേർന്ന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വീണ്ടും മരണമാണ്. എന്നാല് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഹോദരന്മാര്, വീണ്ടും ജനിച്ചിരിക്കുന്നവര്, അവരാണല്ലോ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന സഹോദരന്മാര്. അല്ലെങ്കിൽ യേശു പറഞ്ഞ പോലെ അവരോട് കൂടെ ചേർന്ന് നിൽക്കുന്നവര്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണം. ഇത് വായിച്ച ആ വാക്യത്തോട് ചേർന്ന് യാക്കോബിന്റെ ലേഖനത്തിലും അവിടെയും കൂട്ടുകാരനെ കുറിച്ചാണ് യാക്കോബ് പറയുന്നതെങ്കിലും അതൊരു രാജകീയ പ്രമാണമാണെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തില്, എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്.
അതായത് ഒരു രാജാവ് നമുക്ക്, ഞാനത് ആദ്യത്തെ ഞാനൊരു ആ ഒരു രാജകീയ പ്രമാണം എന്നുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിനേക്കാൾ ആ ഒരു കാര്യമല്ല ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന പുതിയ കൽപ്പന. നമ്മള് കർത്താവ് എന്നെ എങ്ങനെയാണോ സ്നേഹിച്ചത്, അത് പ്രാണൻ തന്ന സ്നേഹിച്ചത്, അതുപോലെ തന്നെ ഞാൻ ഇന്ന് എനിക്ക് തന്ന സഹോദരങ്ങളെ സ്നേഹിക്കണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ എന്റെ ഹൃദയത്തിലേക്ക് വന്നത്, തൊട്ടടുത്തിരിക്കുന്ന ഒരാളിനെ, നമ്മുടെ വീട്ടിലാണല്ലോ എപ്പോഴും നമ്മുടെ ഭാര്യയോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ആയിരിക്കുന്ന അവസ്ഥ. ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ രണ്ടുപേര് വീട്ടിലുള്ളൂ. ഇവര് മക്കള് രണ്ടുപേരും പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം അവിടെ ഇപ്പുറത്തെ എന്റെ ഇടത്ത് ഒരു കസേരയിലിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് എവിടെയാണ് നമ്മൾ ഈ എന്തോ ഒരു കുടിയൊഴിപ്പിക്കലിന്റെ ഒരു വാർത്ത, ഇപ്പൊ അവിടെ സമരമൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അവരുടെ ഇത് കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് അതിങ്ങനെ തോട്ടിക്കൊണ്ടിരിക്കുക അതിന്റെ വാർത്തകളെ കുറിച്ച്. അപ്പം അദ്ദേഹം ഇപ്പുറത്തിരുന്ന്, ഞാൻ വെച്ചു വൈകുന്നേരം സാധാരണ ഇത് സംഭവിക്കുന്ന പോലെ ഇങ്ങനെ ഫ്യൂസ് കുറഞ്ഞു ഊർജ്ജം കുറഞ്ഞു വരുമ്പോൾ അവിടെ ഇരുന്ന് കസേരയിൽ ഇരുന്ന് ചിലപ്പോ ഇങ്ങനെ ഒന്ന് ശാന്തമായി കണ്ണടയ്ക്കാറുണ്ട്. അതുപോലെ ഇരിക്കുന്നത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് എന്റെ മൊബൈലിലോട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് ഞാൻ ഈ തോണ്ടുന്ന കാര്യം മാത്രം കണ്ടിട്ട് അദ്ദേഹത്തിന് സങ്കടം തോന്നി. കാരണം അത് എന്റെ പങ്കാളി എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന തമ്മിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ ഉചിതമായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. ഞാൻ ഇവിടെ എറണാകുളത്തെങ്ങാണ്ട് ഏതാണ്ട് നടക്കുന്ന പ്രശ്നത്തെ കുറിച്ചുള്ള കൂലങ്കഷമായിട്ടുള്ള ഒരു ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അല്ലെ എന്റെ കൂട്ടാളി എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് പറയുക, ചിന്തിക്കുക എന്നുള്ള കാര്യമാണ്. അത് വിട്ടേച്ച് ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ഒരു പ്രയോജനമില്ല. അതിപ്പോ കണ്ടതുകൊണ്ട് ഒരു കൂട്ടരുടെ ഒരു സങ്കടം അത് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് മുമ്പോട്ട് അത് കൂടുതൽ എന്താണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് പോവുകയാണ്. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ ആ വിചാരങ്ങള് നമ്മളിപ്പോ കേട്ടല്ലോ, എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് എന്റെ ദൈവം എനിക്ക് കൂട്ടായി തന്ന ഒരു പങ്കാളിയാണ്. അതുപോലെ ഈ കുഞ്ഞുങ്ങളോട് ഇടപെടലൊക്കെ കൊള്ളത്തില്ല എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അവരെ കർത്താവിന്റെ സ്നേഹത്തെ ഉത്സാഹിപ്പിക്കുകയും ദൈവവചനം അവർക്ക് കൊടുത്ത് അവര് കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ. ഇതിലൊക്കെ നമ്മുടെ ജീവിതത്തെ, ഞാൻ എന്റെ ജീവിതത്തെ ഈ വചനം കേട്ട് അതിനെ ശോധന ചെയ്യുമ്പോൾ ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. കർത്താവിന്റെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുമ്പോൾ, കർത്താവ് നിന്റെ സ്നേഹം, ആ സ്നേഹം അത് ദോഷം കണക്കിടാത്ത, സ്വാർത്ഥം അന്വേഷിക്കാത്ത, കണക്ക് സൂക്ഷിക്കാത്ത ആ ഒരു സ്നേഹം, ആ സ്നേഹമാണ് എന്റെ ഉള്ളിലേക്ക് വരേണ്ടത്. ആ സ്നേഹം വന്ന് അത് വീട്ടിലും സഹോദരങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ആ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. നമ്മളിങ്ങനെ സ്നേഹത്തെ പറ്റി കേൾക്കുമായിരുന്നല്ലോ. നമ്മൾ ആ 1 യോഹന്നാൻ 4:19 തന്നെ വായിച്ച വാക്യം, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് എന്നോടുള്ള ആദ്യത്തെ പ്രതികരണം സ്നേഹമായിരുന്നു. അവിടെ ദൈവം തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം. ഇന്ന് ചുറ്റും നമുക്ക് മറ്റുള്ളവരോടുള്ള എല്ലാ ബന്ധത്തിലും സമീപനം പലപ്പോഴും പറയാറുള്ളത് പോലെ പല കാര്യങ്ങളിലും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അതിനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, അതിനെ മുന്നോട്ട് നടത്തുന്ന ചുറ്റുമുള്ള ആളുകളോടുള്ള നമ്മുടെ എല്ലാ ഇടപാടുകളുടെയും പ്രചോദനം, അതിനെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെ നടത്തുന്ന ഒരു കാര്യം സ്നേഹമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമ്മൾ കേട്ടു. ഞാനും പ്രാഥമികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവര് പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഭാര്യ നമുക്ക് ഞാൻ പറയുന്നത് നമ്മളെ നെഗ്ലക്ട് ചെയ്ത് നമ്മളോട് എതിർത്ത് കാര്യം പറയുന്നതിനെ പറ്റി നമുക്ക് അനിഷ്ടമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ചില സമയത്ത് കറക്റ്റ് ചെയ്യേണ്ടി വരുമ്പോ തന്നെ അതിന്റെ പിന്നിലുള്ള നമ്മളെ അതിന് ഉത്സാഹിപ്പിക്കുന്ന കാര്യം സ്നേഹമാണെങ്കിൽ നമുക്ക് എരിച്ചിലില്ലാതെ അല്ലെങ്കിൽ എങ്ങനെ ഒരു കോപം, ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റേ ഒരു കറക്ഷനും നമ്മൾ പറയുന്ന വാക്കുകളും ഉപദേശങ്ങളും എല്ലാം കുഞ്ഞുങ്ങളോടാണേലും എല്ലാം വേറൊരു സെൻസിലും ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ എരിച്ചിലും ദേഷ്യവും അവരോടുള്ള ഒരു പകയും ചെയ്യാത്തവരോടുള്ള ഒരു അമർഷവും ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും. എന്നാൽ ഇതിനെല്ലാം ഒരു സ്നേഹത്തിന്റെ ഇതിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമേ അങ്ങനെയുള്ള കറക്ഷന് ശേഷം നമുക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. ഞാൻ
പിന്നെ അതിനെപ്പറ്റി ഓർത്ത് നമുക്ക് തന്നെ റിപ്പന്റ് ചെയ്യേണ്ടി വരത്തില്ല. അത്രയും കഠിനമായ വാക്കുകൾ ചില സമയത്ത് കുഞ്ഞുങ്ങളോടൊക്കെ ചില വാക്കുകൾ പറഞ്ഞ ശേഷം മേ ബി നമുക്ക് അവരോട് തന്നെ സോറി പറയേണ്ട സിറ്റുവേഷൻസ് വരാം. ബിക്കോസ് പലപ്പോഴും നമ്മൾ അതല്ല അതിന്റെ പിന്നിലുണ്ടായിരുന്ന കാര്യം സ്നേഹമായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പം ഞാനിപ്പോഴും ഓർക്കും. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന പ്രായത്തിൽ അല്പം മൂത്തൊരാൾ എന്നോട് എന്നെ വളരെ ഭയങ്കരമായിട്ട് ശാസിച്ചു. പുള്ളി അതിന് അതോറിറ്റി ഉള്ള ആളായിരുന്നില്ല, പക്ഷെ എന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ ഭയങ്കരമായിട്ട് വൂണ്ടഡായി. സംഭവം എല്ലാം കഴിഞ്ഞ് ഒരു വർഷം 1.5 വർഷത്തിന് ശേഷം സഹോദരൻ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അജി, ഞാൻ അജിയോട് പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. സഹോദരൻ ആ കാര്യത്തിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത കാര്യം അത് സ്നേഹത്തിലായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ദൈവം എന്നെ ബോധ്യപ്പെടുത്തി. ഇപ്പോഴും പല സമയങ്ങളിലും ആ ഒരു കാര്യം എന്റെ മനസ്സിൽ പലരെയും കറക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ വരാറുണ്ട്. ആം ഐ ഡൂയിങ് ഔട്ട് ഓഫ് ലവ്? ഈ ഒരു കാര്യം ചെയ്യുമ്പം സ്നേഹത്തിലാണോ ഞാൻ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള നമ്മുടെ അന്നേരത്തെ ഒരു തോന്നൽ നമ്മൾ ചെയ്യുന്ന ബർത്ത്ലെസ് ആയിട്ടുള്ള കാര്യമായിരിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന സമയത്ത് ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ സ്വന്തം എഫേർട്ടിലോ അല്ലെങ്കിൽ നാളെ ഇന്ന് ചെയ്തതിനേക്കാളും മെച്ചമായിട്ട് എനിക്ക് നാളെ മുതൽ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പലപ്പോഴും വിചാരിക്കും എന്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം സ്നേഹം എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ എത്ര ആ ഒരു ദാരിദ്ര്യം നമ്മുടെ ഉള്ളിൽ കാണുമ്പം നമുക്ക് സ്നേഹം പകർന്നു തരാനായിട്ട് നമ്മൾ വായിച്ച റോമർ 5:5 എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ. സൗരന്മാരെ പലരും ആ കാര്യം പറഞ്ഞു. നമ്മളോട് ദൈവം പല കാര്യങ്ങളും പറയുമ്പം ദൈവത്തിന് എനോർമസ് ആയിട്ട് ഒരു റിസോഴ്സ് ഇതിന്റെ പിന്നിൽ, അതിന് നമ്മളെ ആ നിലയിൽ സമ്പന്നരാക്കാനായിട്ട് കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ള. അതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോകത്തിലുള്ള അനേകം ഈ എന്തുവാ ഒരു വലിയ മലയോളമുള്ള വലിയ കാര്യങ്ങൾ കാണിച്ച് ഇതൊക്കെ ചെയ്തു കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ചെയ്തോ കിടക്കുന്നു ചെയ്തോ എന്ന് പറയുന്ന ഒരു ദൈവം അല്ല നമുക്കുള്ളത്. നമുക്ക് ധാരാളമായിട്ട് നമ്മളെ അതിൽ സഹായിക്കാൻ കഴിയുന്ന, സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ കഴിയുന്ന, ഇത് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഓവർഫ്ലോയിങ് ലവ് നമ്മുടെ ഉള്ളിൽ പകരാൻ കഴിയുന്ന, നമ്മളെ അപ്രകാരം രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധി. ആ ദൈവം നമ്മളോട് പറയുകയും ആവശ്യമുള്ളവരെ നിറയ്ക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ എൻ്റെ ആവശ്യക്കാരനാണോ? ആത്മാവിന്റെ ദരിദ്രരായിട്ടുള്ള ഒരു ഭാഗ്യവാന്മാർ അവരാണ് ഒരു ബ്ലസ്ഡ് ആയി തീരും. കാര്യം അവരെ ബ്ലസ് ചെയ്യാനായിട്ട് ദൈവത്തിന് ഞാൻ വിചാരിക്കാറുണ്ട്. ദൈവമേ, ജീവിതത്തിന് എത്ര സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ പ്രതി എത്ര കുറവുള്ളവനായിട്ടിരിക്കുന്നു തുടർന്ന് കാണാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇന്നത്തെ ദൈവം നമ്മളോട് സംസാരിച്ച വചനങ്ങള് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എൻകറേജിങ് ആയി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് മക്കളോടും കുടുംബമായിട്ടുള്ള ബന്ധത്തില്, മാതാപിതാക്കന്മാരോടും ഭാര്യയോടും ഒക്കെയുള്ള ബന്ധത്തില് അത് നല്ല എനിക്ക് ഒത്തിരി ചേഞ്ചസ് ഇനിയും ആവശ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനത് നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുമ്പം വെളിപ്പാട്ടില് 3-ാമത്തെ സർദീസിലെ സഭയുടെ ദൂതന് പറയുന്ന കാര്യത്തില് അവിടെ 2-ാമത്തെ വാക്യം ഇങ്ങനെയായിരുന്നു. അതിന്റെ 2-ാമത്തെ ഭാഗത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, 2-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഇപ്പൊ നമ്മളിന്ന് പറഞ്ഞത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുന്നതും സഹോദരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള വാക്യത്തെ സംബന്ധിച്ച. അപ്പോ ഇവിടെ കർത്താവ് ഒരു ആൾ അല്ലെങ്കിൽ ആ സഭയുടെ ദൂതനെ പറയുന്നത് നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അതെന്താണ് ഒരു പ്രവൃത്തി പൂർണ്ണതയുള്ളതാകാതിരിക്കാനുള്ള ഒരു കാര്യം എന്താ? ഞങ്ങൾ ഇന്നലെ ഈ ഗിദിയോൻസിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു. അപ്പം ഗിദിയോൻസ് നിങ്ങൾക്ക് അറിയാലോ, ബൈബിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവര്
കാലിക്കറ്റാണ് അത് ഹോസ്റ്റ് ചെയ്തത്, കാലിക്കറ്റ് ക്യാമ്പ്. അപ്പോ ആ ക്യാമ്പിന്റെ തലേദിവസം നേരത്തെ തന്നെ അവിടെ ആവശ്യമുള്ള ബൈബിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് അവർ ബൈബിള് കൊണ്ടുവന്നു. അപ്പം ക്യാമ്പിലുള്ള ഒരു ബ്രദറിന്റെ വീട്ടിൽ ഈ ബൈബിളെല്ലാം കൊണ്ടുവച്ചു തലേന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ക്യാമ്പ് തുടങ്ങുന്ന അന്ന് ഈ ബ്രദറും വേറൊരു ബ്രദറും കൂടെ കൂടിയിട്ട് ഈ ബൈബിളെല്ലാം അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോളിലെല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഗിദയോൻസിന്റെ സ്റ്റാഫുണ്ട്. അപ്പം സ്റ്റോളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബ്രദർ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു, ഇത് നോക്കണം കേട്ടോ, ഈ ബൈബിളിന്റെ ഇത് കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പൊ ഈ സ്റ്റാഫ് പറഞ്ഞു, അതൊക്കെ നിങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ കാലിക്കറ്റുകാരാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കൊരു അസ്വസ്ഥയാ. കാരണം ഇത് ഗിദയോൻസിന്റെ സാധനമാണ്. അതായത് ചിന്തിക്കുന്ന രീതിയാ ഇത് ഗിദയോൻസിന്റെ. അപ്പൊ ഞാനിതിങ്ങനെ വാച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഗിദയോൻസിന്റെ സാധനമാണ്, അവർ കൊണ്ടുവന്നാണ്, ഞാൻ ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവച്ചു, കണ്ടോ, ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇവര് ആരാ, ഇവര് സ്റ്റാഫ്, ഇവര് ഉത്തരവാദിത്തമുള്ളവരാ, ഇവരിത് ചെയ്യുന്നില്ല, നമ്മളല്ലല്ലോ ചെയ്യേണ്ടേ, ഇവരിത് ചെയ്യുന്നില്ല, കണ്ടോ. എന്തൊരു അവരെന്നിട്ട് രണ്ടുപേരും വെറുതെ അവിടെ പോയിരുന്ന് രണ്ടുപേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമ്പിന്റെ ചെയർമാനായിട്ടുള്ള ആള് വന്നു. അപ്പൊ പറഞ്ഞു, പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇത് ബാക്കിയുള്ള സാധനം എല്ലാം എടുത്തു വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഈ വേറെ പതുക്കെ ഞാനെനിക്ക് എടുക്കുന്നത് ഒക്കത്തില്ല, ഞാൻ ഇന്നലെ എല്ലാം അവിടുന്ന് ഇവിടെ കൊണ്ടുവച്ചു, ഇവര് അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ ചൂടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്പം ചെയർമാൻ പറഞ്ഞു, വേറെ നമ്മൾ ദൈവവചനം, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ, ഈ ദൈവവചനം കൊടുക്കാനായിട്ടാണ് നമ്മൾ വന്നേ, നമ്മൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ, അവരെടുത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഗിരിവരസിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നേ. അത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു, കേട്ടോ അത് കൊള്ളാമല്ലോ ബ്രദർ, ആ ആറ്റിറ്റ്യൂഡാണ് കാര്യം. നമ്മളപ്പം അപ്പോഴാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ എനിക്ക് അപ്പൊ ഈ പൂർണ്ണതയുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാല് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കൊലോസ്യർ ലേഖനത്തില്, നിങ്ങൾ ചെയ്യുന്ന എല്ലാം കർത്താവ് എന്ന പോലെ ചെയ്യുകയും അല്ലേ. അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർത്താവിനായിട്ട് ചെയ്യുമ്പോൾ അത് പൂർണ്ണതയുള്ളതാകും. അതിനകത്ത് നമ്മുടെ കാര്യം തിരികെ ചേർപ്പെടുന്നതിന് അതെല്ലാം അപൂർണമാവും. അപ്പൊ നമ്മൾ പറഞ്ഞു സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സ്വാർത്ഥത ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയല്ല. അപ്പം വാസ്തവത്തില് കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവിനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, കർത്താവിന് പ്രസാദകരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഈ ലാസറിന്റെ ഉയർപ്പിക്കാനായിട്ട് കർത്താവ് വരുമ്പം കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം നീ എനിക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അതിന് തൊട്ടു മുമ്പ് കർത്താവ് പറഞ്ഞത്, ഞാൻ എപ്പോഴും നിന്റെ ഇഷ്ടം ചെയ്യാനാണ് ആഗ്രഹം, ഞാൻ എപ്പോഴും നിന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്ന എല്ലാം നീ എനിക്ക് തരുമെന്ന്. കർത്താവിന് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാം പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ കർത്താവ് ചെയ്ത ആ രീതി, ഞാനിത് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധമുണ്ട്. കാരണം നമ്മള് ജീവിതത്തില്, അല്ലെ എന്റെ ജീവിതത്തില് എനിക്ക് അങ്ങനെ എല്ലാ കാര്യത്തിലും കർത്താവിനെ മാത്രം നോക്കിയിട്ട്, കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിട്ട് പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം പൂർണ്ണതയുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുമ്പം ദൈവസ്നേഹത്തില് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പൂർണ്ണത, ഈ സ്വാർത്ഥത ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്, പ്രവൃത്തി പൂർണ്ണമാകുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തില് ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞ് സ്വയസ്നേഹവും നമ്മുടെ സ്വാർത്ഥതയും പൂർണ്ണമായിട്ട് നമ്മളിൽ മാറി. അപ്പൊ ഞാനൊരു കാര്യം അന്നേരം പെട്ടെന്ന് വിചാരിച്ചു, അപ്പൊ പൂർണ്ണതയുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആകാശം വരെയുള്ള ഒരു പ്രവൃത്തിയല്ലേ, ഇത് എവിടെ എപ്പോ കൊണ്ട് ചെയ്യും, തീർക്കും. പക്ഷെങ്കിൽ അങ്ങനെയല്ല. കഥ പറഞ്ഞ് കടുകോണി പോലെ ഉള്ള വിശ്വാസം. അപ്പൊ കടുകോണി എത്ര ചെറുതാണെങ്കിലും കടുകോണിയുടെ പ്രത്യേകതയെ കുറിച്ച് കേട്ടിരിക്കുന്ന, അതിനകത്ത് ഒട്ടും എയറില്ല, നല്ല തിക്കാണ് സാധനം, അതിനകത്ത് എയറില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തി ആ ഒരു പ്രവൃത്തി അതിനകത്ത് തന്നെ പൂർണ്ണതയുണ്ടായിട്ട് ഇരുന്നാൽ അത് പൂർണ്ണതയുള്ള പ്രവൃത്തിയായി. അപ്പം അങ്ങനെയുള്ള പൂർണ്ണതയുള്ള പ്രവൃത്തികൾ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ദൈവം നോക്കുമ്പോൾ എല്ലാ പ്രവൃത്തികളും പൂർണ്ണതയുള്ളതാവും. ആ പൂർണ്ണതയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്
ദൈവസ്നേഹത്തില് കർത്താവിന് വേണ്ടി നമ്മൾ കർത്താവിനെ മാത്രം പ്രതി നമ്മുടെ സ്വാർത്ഥത മാറ്റിവെച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ആ ഒരു തരത്തിലേക്ക് നമ്മളെ തന്നെ ആഹ് ആഹ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഇന്ന് കേട്ട നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പ്രായോഗിക ജീവിതത്തില്, കുടുംബ ജീവിതത്തില് നമ്മളെ ഏൽപ്പിക്കുന്ന ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്ത പ്രവർത്തികള് ആ പൂർണ്ണതയുള്ള പ്രവർത്തികളാകാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. എന്താണ് അവന് പ്രസാദം, നമ്മൾ വാഴിക്കുന്നുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് അന്വേഷിച്ച് പിൻപറ്റുന്ന ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു രീതി അക്സെപ്റ്റ് ചെയ്യാൻ തക്കവണ്ണം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് വീണ്ടും താഴ്ത്തി കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവത്തെ ആ പരിശുദ്ധാത്മാവിൽ നമ്മളുടെ ദൈവത്തെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ, അല്ലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആശ്രയം ഇല്ലാതെ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കത്തില്ല. നമ്മുടെ സ്നേഹം പൂർണ്ണമാകത്തില്ല. ആ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അതിനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരം, ഇന്ന് കേൾപ്പിച്ചതായ വചനം മർക്കോസിന്റെ സുവിശേഷം 12 ബാക്കി ഇവിടെ ഉണ്ട്. ഇരുപത്തെട്ട് മുതലുള്ള വാക്യമാണത് വായിച്ചത്. The one of the scribes came and having heard them reasoning together, perceiving that he had answered them well, and asked them which is the first commandment of all. ഒരു ശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നതാണ്. കർത്താവ് അതിനുള്ളതായ മറുപടി കൊടുത്തിരിക്കുന്നത്, Jesus answered him, the first of all the commandment is, Hear, O Israel, the Lord our God, the Lord one is one. And you shall love the Lord your God with all your heart, with all your soul, with all your mind, and with all your strength. This is the first commandment. And the second is the one like this is, you shall love your neighbor as yourself. There is no other commandment greater than this. ക്രൂശിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. യുവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് ഇസ് എ ബിഗ് വൺ. ആൻഡ് ചെറിയ ഒരു പ്ലാങ്ക് ആണ് അതിൻ്റെ നടുക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാണി അടിച്ചിരിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ അത് അത്യാവശ്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുക എന്നുള്ളത്. ഈ കൊട്ടേഷൻ കർത്താവ് ഈ കൊട്ടേഷൻ ഈ ഹിയർ ഓ ഇസ്രയേൽ ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ, അത് ഡിട്രോണമി 6:4 അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടു. അത് കർത്താവ് അതിനകത്തു നിന്നുള്ളതാണ്, കർത്താവല്ലേ കൊടുത്തത് നേരത്തെ. കർത്താവാണത് ആ വാക്യം കൊടുത്തതെന്നാണ് 6:4 ഇത് അത് തന്നെയാണ് പറയുന്നത്. ഹിയർ ഓ ഇസ്രയേൽ ദ ലോർഡ് അവർ ഗോഡ് ഇസ് വൺ. അതിൻ്റെ പ്രിഫിക്സും സഫിക്സുമായിട്ടുള്ള ചില വാക്യങ്ങളുണ്ട്. 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും, അത് കഴിഞ്ഞിട്ട് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവഭയത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സീക്ക് ഹിസ് തൻ്റെ
രാജ്യവും നീതി അന്വേഷിക്കുക. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന അവസരത്തിൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. കർത്താവ് എന്നെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ വേറൊരു വാക്യം പറയുള്ളൂ, ഗലേഷ്യൻ 6:10. അതോടൊന്ന് വായിച്ചിട്ട് ഞാൻ പോകും. Therefore, as we have opportunity, let us do good to all, especially those who are of the household of faith. ഇത് സ്നേഹത്തിന്റെ വരി പറയുന്നതാണ്. ഇത് ഓപ്പർച്യൂണിറ്റി ലെറ്റസ് ഡു ഗുഡ് ടു ഓൾ, എല്ലാവർക്കും ചെയ്യണമെന്നാണ്. മുമ്പേ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസികൾ. മുമ്പേ നമ്മുടെ വീട്ടുകാർക്ക് ചെയ്യണം, പിന്നീടല്ലേ ചാരിറ്റബിൾ ഡീഡ്സ് ഇറ്റ് ഗോസ് ടു മറ്റുള്ളവർക്ക്. I thank the Lord for giving me the grace to stand here today. I would like to start with a short prayer. Heavenly Father, I come before you. I stand here today before you, Lord. Lord, thank you, Lord, for the word that you have given me. I want to exercise this word in my life. And this testimony that I am going to tell, Lord, I want to make that real in my life. Thank you, Lord, for listening to my prayer. In Jesus' precious name I pray. So we looked into the verse Mark chapter 12 verse. It says, you shall love the Lord your God with all your heart, with all your soul, with all your mind, and with all your strength. So the action here, or what God has called me to do, is to love the Lord. So if we look into the attributes of what love is, which is in 1 Corinthians, in 1 Corinthians chapter 13. It says in verse 5, there's one term that I would like to indicate on. Love does not act unbecomingly. It does not seek its own, and it is not provoked. So this word provoked, or to be more to make it more sound more common, to be offensed. Have I ever looked into my life in relation with God and found that I have often felt offended by God's word in my life? When I reflect this word, today's message in my past week that I've lived in, I could see this is the one hole that was made in my boat, which I was swimming towards God, which
became a hole in my boat that sank, that became the reason to sinking my boat. എന്റെ ബോട്ടിലെ വന്ന ഒരു സുഷിരൻ അത് ഈ ഒരു കാര്യമായിരുന്നു, പ്രലോഭിക്കപ്പെടുക, മുറിപ്പെടുക എന്നുള്ളൊരു കാര്യം. So, like, just like how it says in the verse that we first read, it says to love the Lord. So if I don't see if I see the opposite, or the indication of what is contrary to what God has told us to have, ദൈവം നമുക്ക് വേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അതിന്റെ മറുവശം ഞാൻ കാണുമ്പോൾ automatically the second law, if we look into the second law, രണ്ടാമത് കൽപ്പന നോക്കുമ്പോൾ it says in Mark chapter 12 verse 31, no? മർക്കോസ് 12:31 എന്റെ കൂട്ടുകാരനെ കൂടുതൽ സ്നേഹിക്കുക. Yeah, so automatically when just like we looked into that cross, when our relationship with God starts having cracks in it and having this shakeable foundation in it, automatically the horizontal plank, the relation with man also starts becoming shakeable, and eventually it falls. ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധത്തില് അവിടെ വിള്ളലുകൾ വീഴുകയാണെങ്കിൽ തിരുസനമായിട്ട് ബാക്കി ഉള്ള സഹോദരങ്ങളുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും അവിടെയും പാളിച്ചകൾ സംഭവിക്കുന്നു. So this is what I see in my life, ഇതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നത്. that I don't want to be offended by God's word, neither by God's word or by man's correction or man's ദൈവജനത്തിന് ഞാൻ മുറിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മനുഷ്യരുടെ ദുരിതമായാലും ഞാൻ മുറിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. whether it may be in a holy way or maybe in an unholy way. ഇത് വിശുദ്ധമായ രീതിയിലാവട്ടെ അവിശുദ്ധമായ രീതിയിലാകട്ടെ, if any man ഒരു മനുഷ്യൻ that I have encountered ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളത് വെച്ച് has corrected me in the knowledge of God, or not in the knowledge, or in the knowledge of any tradition or any man, ഏതെങ്കിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലോ അല്ലാതെ സ്വയമായിട്ടുള്ള പാരമ്പര്യത്തിലോ ഒരു മനുഷ്യൻ എന്നെ തിരുത്തുകയാണെങ്കിൽ I want to live a life where I'm not offended by it, but rather I see that as an opportunity to look up to Christ, to God, and say, Lord, I see this imperfection or this area in my life where I am not perfected in your love. ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ പൂർണ്ണപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് ആ ഒരു അവസരം, തിരുത്തപ്പെടുന്ന അവസരം ഞാൻ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. This thing, this attitude of being offended in me, it really like I was not aware of it until yesterday. ഇന്നലെ വരെ ഞാൻ ഈ ഒരു മുറിപ്പെടുന്ന ഒരു കാര്യം, പ്രകോപിപ്പിക്കപ്പെടുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് വലിയ ബോധ്യമില്ലായിരുന്നു. It was very minute and very small, വളരെ ചെറിയൊരു കാര്യമായിരുന്നു. and it was something that went unnoticed in my life. ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമായിരുന്നു ജീവിതത്തിൽ. But this became the biggest reason for my downfall, or my downfall in. എന്റെ പഠനത്തിന് അത് വലിയൊരു കാരണമായി തീർന്നു. And it also became not just a downfall, it became I guess there is in one verse which Jesus says, like, we can have stumbling blocks in our life, but you must not fall. തീർച്ചയായും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിങ്ങളാരും ഡ്രസ്സിന് കാരണമായി തീരുന്നതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ. I don't remember the reference, but just like that, like what happened at that moment was, it became that sin became a hindrance between me and God, and I started having confusions and
doubts and wrong thoughts in my life. പുറപ്പെടുക എന്നുള്ള ഒരു പാപം ദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ള എന്റെ ബന്ധത്തെ അത് വിച്ഛേദിക്കുവാനുമാണ് പിള്ളേരുണ്ടാകാനിടയായി. അത് It, yeah, തെറ്റായ ചിന്തകളിലേക്ക് നയിച്ചു. it was like once I had my direction that was leading towards Christ, just just rotating or just directing straight down to earth. അത് എന്നെ ഭൂമിയിലേക്ക് പതിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അങ്ങനെയുള്ള So, but the Lord showed grace to me and He led me back into this path where I can come back to Him and live a life again under His authority and His obedience. തിരിച്ചു വരുവാനും അവിടുത്തെ അധികാരത്തിന്റെ കീഴിലേക്ക് വരുവാനും ദൈവം എന്നെ പ്രഭ കാണിച്ചു. ദൈവം പ്രഭ I want to continue in this life of submitting myself to God's authority ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങുന്ന ഈ ഒരു ജീവിതത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. and to live a life where I am not provoked by anything of this world. മറ്റുള്ളവരാല് ഈ ലോകത്ത് തമ്മിലാല് പ്രകോപിപ്പിക്കപ്പെടുന്ന അവര് പുറപ്പെടുന്ന ഒരു തരത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. And I want to submit myself into God's hands again. പ്രധാനകരങ്ങളിലേക്ക് മുൻകൂട്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. May the Lord help us. കൽപ്പിച്ച വളരെ നന്ദി പറയുന്നു. മർക്കോസ് 12:30-31 എനിക്ക് മനസ്സിലായത്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്ന് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുമാണ്. അതുപോലെ 1 യോഹന്നാൻ 4:19 പറയുന്നത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് നാം സ്നേഹിക്കുന്നതാണ്. 1 യോഹന്നാൻ 4:20 പറയുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ക്ഷമിച്ചും സഹായിച്ച് ഒരുമയോടെ ജീവിക്കാൻ ഉള്ളതാണ്. ഉള്ളിടത്ത് ദൈവ സാന്നിധ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ. എന്ന് പറയുന്നത് നമ്മളിന്ന് സ്നേഹത്തെ കുറിച്ചാണ് കേട്ടത്. അപ്പം ഞാൻ ഈ പലപ്പോഴും ആക്ച്വലി നമ്മൾ ഈ earthly ഒരു ഇതിൽ പറയുമ്പോൾ നമ്മൾ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പം അതൊരു ഇത്രയും വൈഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഞാൻ ഒരിക്കലും നമ്മളാരും ചിന്തിക്കുന്നില്ല. ബിക്കോസ് ഇപ്പൊ നമ്മുടെ സ്കൂൾ ലൈഫിൽ നമ്മൾ ഒരു പ്രായം വരെ നമ്മൾ സ്നേഹം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്നേഹം ആ ഒരു രീതി നമ്മൾ പലപ്പോഴും കാണുന്നത്. ദെൻ ലൈക്ക് ഇപ്പൊ നമ്മുടെ സ്കൂൾ ലൈഫിലായാലും നമ്മളൊരു ഇതിലേക്ക് നമ്മൾ പിന്നെ ഭയങ്കര അതിന്റെ ഒരു കോംപ്ലക്സിറ്റീസും അങ്ങനെ. അപ്പൊ പക്ഷെ നമ്മള് സ്പിരിച്വൽ ലൈഫിലായിട്ട് നമ്മള് വരുമ്പോഴത്തേന് അതിന് ഒത്തിരി ആക്ച്വലി അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ലവിങ് ഈസ് അത്രയും എളുപ്പമല്ല എന്ന് ആക്ച്വലി നമ്മള് സത്യം പറഞ്ഞ ഇപ്പം ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മള് ഫസ്റ്റ് നമ്മളെ ആ ഒരു നമ്മൾ ഫസ്റ്റ് ഒരു നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ എന്റെ ഒരു കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇപ്പം അങ്ങള് ഈ ബ്രദേഴ്സുമായിട്ടുള്ള നമ്മുടെ ബ്രദേഴ്സിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോ യോഹാൻ എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ ഞങ്ങള് വീട്ടിൽ തന്നെ പപ്പയ്ക്ക് അറിയാം. ഞങ്ങളെ ഇപ്പം ഞാൻ കുറച്ചേരം മിണ്ടായിരിക്കും. അപ്പൊ അവൻ എന്തെങ്കിലും ഒന്ന് പറയും. അപ്പൊ പിന്നെ എനിക്കങ്ങ് പൊളിയും. അപ്പൊ പിന്നെ ഞാനും എന്തെങ്കിലും പറയാം. ഇറ്റ്സ് ലൈക്ക് പപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഞങ്ങളെ കറക്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് അത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഇന്ററാക്ഷൻസ് ആയാലും ഇപ്പൊ നമ്മള് ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോഴായാലും നമ്മൾ വേറൊരാളെ താഴ്ത്താതെ നമുക്ക് വേറൊരാളെ നോവിപ്പിക്കാതെ സംസാരിക്കാൻ പറ്റണം. അതായത് ഇപ്പം നമുക്കത് ക്ഷമിക്കാൻ പറ്റണം. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലവ്. അതായത് ഇപ്പം പണ്ട് നമ്മളോട് അയാള് എന്തെങ്കിലും ചെയ്തു, അപ്പൊ നമ്മൾ പിന്നീട് വൈരാഗ്യപ്പുറത്ത് അയാള് പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ നമ്മള് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിച്ചിട്ടില്ല. അപ്പം ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലവ്. ആൻഡ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ലവ് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ലൈക്ക് ജീസസ് നമ്മളെ സ്നേഹിച്ച പോലെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ലൈക്ക് നമുക്ക് അതിനായിട്ടൊരു സിൻസിയർ ഡിവോഷൻ വേണം. സോ
ഐ പ്രേ ദറ്റ് നമുക്ക് എല്ലാവർക്കും ഞാൻ സ്വയം എനിക്ക് തന്നെ ആയാലും that you all grow in this love and ഞാൻ ഒത്തിരി ലാക്കിംഗ് ആയിട്ട് എന്നിൽ കണ്ടൊരു സാധനമാണ്. സോ ഐ വാസ് വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് വേഴ്സ്. മതി പറയുന്നത് നമ്മൾ കേട്ട സ്നേഹത്തെ കുറിച്ചായിരുന്നു. നമ്മള് മർക്കോസ് 12:30 കിട്ടുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന. നമ്മൾ 2 കൽപ്പനകൾ കേട്ടു. രണ്ടാമത്തെ കൽപ്പനയിൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നമ്മൾ ഈ ഒരു ഒന്നാമത്തെ കൽപ്പന വായിച്ചപ്പോ ദൈവത്തെ നമുക്ക് ഒന്നാമത് സ്നേഹിക്കുക. ഈ ലോകത്ത് നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു ടീനേജ് കാലഘട്ടത്തില് വേറെ എന്തിനെക്കാട്ടിലും ലോകത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ പുറകെ പോകുന്നത്. ദൈവത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിൽക്കാറില്ല. അപ്പം ഒന്നാമത് കേട്ടത് മനസ്സിലായി നമ്മള് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതും ദൈവത്തെ ഒന്നാമത് സ്നേഹിക്കുക എന്നതായിരുന്നതാണ്. ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഹൃദയം, ബുദ്ധി, ശക്തി, ആത്മാവ് തുടങ്ങിയ എല്ലാം നമ്മളുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോഴും ഒരു മുൻഗണന ദൈവത്തെ കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും പഠനങ്ങളാണെങ്കിലും ഏത് കാര്യം തന്നെ ആണെങ്കിലും ആ ഒരു വിശ്വസ്തത ദൈവത്തോടുള്ള പുലർത്തുമ്പോഴാണ് അതാണ് ഒരു യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലായത്. പിന്നെ മറ്റുള്ളവരെ നമ്മെ പോലെ സ്നേഹിക്കുക. പക്ഷെ നമ്മളെ തന്നെ ഒരു സെൽഫ് കെയർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കെയർ ചെയ്യാൻ പഠിക്കുക. അതിപ്പം സ്വാർത്ഥതയില്ല. നമ്മുടെ മറ്റുള്ളവരുടെ ചില കാര്യങ്ങളാണ് നമുക്ക് ജലസൊക്കെ അടിക്കുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ നമ്മളോട് തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരോട് ദയ കാണിക്കാനും സഹായിക്കാനും ക്ഷമിക്കാനൊക്കെ കഴിയണം. അപ്പം അവര് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ബ്രദറിന്റെ ചേട്ടൻ അസിസ്റ്റനൊക്കെ ഉണ്ട്. അപ്പം ചില കാര്യങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യം പറഞ്ഞിട്ട് നാട്ടുതർക്കങ്ങളുണ്ടാവും. അപ്പം ആ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് 2 പേർക്കും ഇല്ല. അവിടെ കറക്റ്റ് ചെയ്യുന്നത് ഇപ്പം മേല് പപ്പ ഉള്ളതുകൊണ്ട് ഇപ്പം പപ്പ പറഞ്ഞേക്കുന്നത് ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് അപ്പം അതിൽ പിന്നെ വലിയ കാര്യത്തിൽ നമ്മള് അങ്ങനെ പോകാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ക്ഷമിക്കാനുള്ളൊരു നമുക്ക് ആ ഒരു ഇത് കിട്ടണം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോ നമ്മുടെ പ്രവൃത്തികളിലോ ഒരു സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ദൈവം അത് നമുക്കൊരു വില ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നിർത്താനും കൂടെയുള്ളവരെ നമ്മളെ പോലെ കരുതാനും എന്നാണ് നമ്മൾ കേട്ടത്. അതുപോലെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം.